നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 4/2/2025 ചൊവ്വാഴ്ച, ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം 10:37 മുതൽ, അതായത് 10:50 മുതൽ 12:40 വരെയുള്ള സമയം, 12:30 വരെയുള്ള സമയം നമുക്ക് എടുത്താൽ മതി. 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. ഈ മൈത്രേയ മുഹൂർത്തത്തിൽ, അത് ശുക്ലപക്ഷത്തിലെ മൈത്രേയ മുഹൂർത്തമാണ്. അപ്പം നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരാവശ്യം പറഞ്ഞുകൊണ്ട്, ഏതെങ്കിലും ഒരാവശ്യം, ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അതിലേതെങ്കിലും ഒരാവശ്യം നമുക്ക് നടന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് പല പ്രാവശ്യവും എല്ലാ മാസത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ മൈത്രേയ മുഹൂർത്തങ്ങളുണ്ട്. ജനുവരി മാസത്തിൽ 2 ഉണ്ടായിരുന്നു. ഇപ്പൊ ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ മൈത്രേയ മുഹൂർത്തമാണിത്. അശ്വതി നാളിലാണ് നമ്മൾക്ക് മൈത്രേയ മുഹൂർത്തം, പിന്നെ അനിഴ നക്ഷത്രത്തിലുമാണ്. ഇപ്പോൾ അശ്വതി നാളിലെ മൈത്രേയ മുഹൂർത്തമാണ്. മകരത്തിലെ അശ്വതി വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ഈ അശ്വതി നാളിൽ എല്ലാവരും ഭദ്രകാളിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും അതുപോലെ തന്നെ കുടുംബ പരദേവതകളെയും അതുപോലെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടദേവതയൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവനവനെ ഏറ്റവും അത്യാവശ്യം നടക്കേണ്ട ഒരു കാര്യം, ഈ മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് മേടലഗ്നവും മേടക്കൂറും വരുന്ന സമയം. സൂര്യൻ രാശിയെ, മേടൻ രാശി തന്നെ മേടലഗ്നവും കൂടി വരുന്ന സമയത്താണ്. അത് 4/2/2025 പകൽ 10:50 മുതൽ 12:30 വരെയുള്ള സമയം എടുത്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി വ്യത്യാസങ്ങൾ വരണ്ട എന്ന് വെച്ചിട്ടാണ്. ഈ സമയത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഒരു പേപ്പറിൽ ഓരോരുത്തരും അവരവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അത് എഴുതുക. അപ്പൊ സ്ഥലം വാങ്ങാനായിട്ട് സാധിക്കണം, അതിനായിട്ടുള്ള സാമ്പത്തികം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരണം, വാഹനം വാങ്ങണമെങ്കിൽ അതിനുള്ള സാമ്പത്തികം കിട്ടണം, ലോൺ ആകണമെങ്കിൽ അത് ലോൺ കിട്ടണം, ലോൺ അടച്ചു വീട്ടണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളാണ്. ആ ആവശ്യത്തിന് ആവശ്യമായ പണത്തിൻ്റെ ഒരംശഭാഗം കയ്യിലെടുത്തു വച്ചുകൊണ്ട് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് ഒരു നോട്ടും ഒരു തുട്ടുമായിട്ട് എടുത്തു വച്ച് മനസ്സ് തുറന്ന് കുടുംബ പരദേവതകളെയും ഭദ്രകാളി അമ്മയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും ഗണപതിയെ ഒക്കെ പ്രാർത്ഥിച്ചിട്ട് ഈ ആവശ്യം നടന്നു കഴിയുമ്പോൾ ഈ പൈസ ഞാൻ ഇത് ഭണ്ഡാരത്തിൽ, ഏതെങ്കിലും ക്ഷേത്ര ഭണ്ഡാരത്തിൽ സമർപ്പിച്ചേക്കാം, എത്രയും വേഗം എൻ്റെ ഈ ആവശ്യം പൂർണ്ണമായി നടത്തി തരണമെന്ന് പറഞ്ഞ് എഴുതി സൂക്ഷിക്കുക. ഇതിനു മുമ്പ് എഴുതി സൂക്ഷിച്ച ഒരുപാട് കവറുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. ഓരോ ആവശ്യവും കടന്നു കഴിയുമ്പോൾ ആ പൈസ ഭണ്ഡാരത്തിൽ ഇട്ടിട്ട് ആ കള്ളാസ് കീറി കളയുന്നത് നല്ലതാണ്. അപ്പം ഇനിയും എഴുതുക. മാസത്തിൽ 1-2 പ്രാവശ്യം ഇങ്ങനെ നമുക്ക് എഴുതേണ്ടതായിട്ട് വരും. ഇപ്പം എന്തായാലും ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത് 4/2/2025 10:50 മുതൽ 12:30 വരെയുള്ള സമയത്ത് എല്ലാവരും എഴുതി നോക്കൂ. അധികം ചിലവില്ലാതെ, പണച്ചിലവില്ലാതെ പൂജയും വെറും പ്രാർത്ഥന കൊണ്ട് മാത്രം ഒരു മഹാകാര്യം നടന്നു കിട്ടുകയാണെങ്കിൽ, നമ്മളെല്ലാവരും ഓരോരോ ആവശ്യങ്ങൾ നടന്നു കിട്ടാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു. അപ്പൊ ആ ആഗ്രഹം അത്ര സത്യസന്ധവും അത് നടന്നേ മതിയാവൂ എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതൊക്കെ വെറുതെയാണ്, ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് ചിന്തിച്ചിട്ടാണെങ്കിൽ എഴുതണ്ട. വിശ്വാസമാണ് ഏറ്റവും വലുത്. ഇത് എഴുതിയാൽ എന്താ, എനിക്കിത് നടന്നു കിട്ടും, ഇത് എഴുതുമ്പോഴേക്കും ദൈവം എന്നോട് അടുത്തു വരും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. കാരണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, നമ്മൾ വിശ്വസിക്കുന്ന ദേവതകൾ നമുക്ക് അനുഗ്രഹം തരും. ഇത് ഒരുപാട് പേരുടെ അനുഭവങ്ങളുടെ സാക്ഷ്യമാണ്. തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം അനുഭവങ്ങൾ പറയുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. 4/2/2025 10:50 രാവിലെയാണ്, ചിലപ്പോൾ വെളുപ്പിനെയൊക്കെയാണ് വരാറ്. ഇത്തവണ പകൽ സമയത്താണ്. 10:50 12:30 ഇടയ്ക്കുള്ള സമയത്ത് എല്ലാവരും എഴുതൂ. ആവശ്യങ്ങൾ എഴുതി ഒരു നോട്ടും ഒരു തുട്ടും അതുപോലെ ഒരു ഏലക്കയും കൂടെ വച്ച് പൊതിഞ്ഞ് സൂക്ഷിച്ചു വയ്ക്കൂ. ഡേറ്റ് പുറകിൽ എഴുതുക. ആ കവറിൻ്റെ പുറകിൽ 4/2/2025 എഴുതൂ.
അപ്പൊ എല്ലാം നടന്നു കഴിയുമ്പോൾ ആ പൈസ ഈ കുടുംബ പരദേവതയ്ക്കായാലും സുബ്രഹ്മണ്യ സ്വാമിക്കാണേലും ഭദ്രകാളി അമ്മയ്ക്കാണെങ്കിലും ഇഷ്ട ദൈവത്തിനാണ് ഏതെങ്കിലും ഒരു ക്ഷേത്ര ഭണ്ഡാരത്തിൽ ഈ പൈസ സമർപ്പിക്കുക, കള്ളാസ് കയറിക്കളയുകയും ചെയ്യുക. തീർച്ചയായിട്ടും എഴുതുന്ന ആവശ്യം അടുത്ത മൈത്രേയ മുഹൂർത്തത്തിന് മുമ്പായി, അതായത് അശ്വതി കഴിഞ്ഞാൽ അധിക ദിവസങ്ങളൊന്നുമില്ല അനിഴാവാൻ. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇനിയും ഒരു മൈത്രേയ മുഹൂർത്തം വരും. അപ്പോൾ ആ ദിവസത്തേക്ക് ഈ കാര്യം നടന്നു കിട്ടുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ മൈത്രേയ മുഹൂർത്തത്തിൽ ഏറ്റവും ശുഭമായി കാര്യങ്ങൾ നടക്കുവാൻ ഭഗവതിയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ, മുരുകൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.